Friends, welcome to my channel MB4 Multibagger. And disclaimer, I'm not a SEBI registered analyst. This video is intended to purely education purpose. Any exit, please do with your due diligence or consult with the financial advisors. Today we are going to discuss sunrise sector, that is semiconductor. Nowadays, each and every sector we discussing about semiconductor and its value chain. Semiconductor തന്നെ നാല് സെഗ്മെന്റിലാണ് നമുക്ക് ഈ ഒരു സെമികണ്ടക്ടർ ബിസിനസ് വന്നിട്ടുള്ളത്. അതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. 4 പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ 4 സെഗ്മെന്റുകളാണ് സെമികണ്ടക്ടറിനകത്ത് വാല്യൂ ചെയിനകത്തുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ സെഗ്മെന്റിൽ വരുന്ന ഒരു സ്റ്റോക്ക് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് മോസ്റ്റിഫ് ടെക്നോളജീസ് ലിമിറ്റഡ് കുറിച്ച് അനലൈസ് ചെയ്യുന്നു. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് സെമികണ്ടക്ടർ വാല്യൂ ചെയിൻ എന്തൊക്കെയാണ്, പിന്നെ മോസ്റ്റിഫ് ടെക്നോളജി ആൻഡ് ഇറ്റ്സ് ഇൻ ഡെപ്ത് അനാലിസിസ്. ഫസ്റ്റ് തിങ്, വാട്ട് ഈസ് നാല് പാരാമീറ്റേഴ്സിൽ അല്ലെങ്കിൽ 4 സെഗ്മെന്റിൽ ആദ്യത്തെ സെഗ്മെന്റ് വരുന്നത് സെമികണ്ടക്ടറിനകത്ത് ഡിസൈൻ ആണ്. ഡിസൈൻ ക്രിയേറ്റിംഗ് ചിപ്പ് ബ്ലൂ പ്രിന്റ്സ് യൂസിങ് സ്പെഷ്യലൈസ്ഡ് ഇലക്ട്രോണിക് ഡിസൈൻ ഓട്ടോമേഷൻ EDA ടൂൾസ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡിസൈൻ, ഓരോ ചിപ്പുകളും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ പർപ്പസിന് വേണ്ട ഡിസൈൻ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ചിപ്പ് ബ്ലൂ ചിപ്പ് അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റിംഗ് അതിനകത്ത് കൊടുക്കുന്ന ഭാഗമാണ് ഡിസൈനിന്റെ ഭാഗമായിട്ട് വരുന്നത്. ലീഡിങ് EDA ഫേംസ് ഇൻക്ലൂഡിങ് Cadence, Synopsys, and Minter Graphics. Fabless companies focus on design and outsources manufacturing for innovation and agility. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാബ് എന്ന് പറയുന്നത് ഫൗണ്ടറീസ് ആണ്. അത് ആക്ച്വൽ ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളാണ്. വലിയ വലിയ ബിഗ് സ്ഥാപനങ്ങളാണ് ഫൗണ്ടറീസ് അല്ലെങ്കിൽ ഫാബ് എന്നറിയപ്പെടുന്നത്. ഫാബ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. അതല്ലാത്ത കമ്പനികളിൽ വരുന്ന ആദ്യത്തെ സെഗ്മെന്റ് ഡിസൈനാണ്. പിന്നീട് ഒസാറ്റ് എന്ന് പറയുന്ന മേഖല, പിന്നെ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻ. ഈ 4 പാരാമീറ്റേഴ്സ്, 4 സെഗ്മെന്റുകളാണ് ഇതിനകത്ത് ടോട്ടലി വരുന്നത്. അതിനകത്ത് ആദ്യത്തെ ഭാഗമായിട്ടുള്ള ഡിസൈൻ, ബ്ലൂ ചിപ്പ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റിമുലേഷൻ. എന്താണോ ഒരു ചിപ്പ് എന്തിനാണോ ഡിസൈൻ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, ആദ്യത്തെ ഭാഗം ഡിസൈനിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവിടെയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് ആയിട്ടുള്ള മോസ്റ്റിപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫാബ്രിക്കേഷൻ, അതായത് മാനുഫാക്ചറിങ്, വാഫർ പ്രോസസിംഗ് ആൻഡ് പ്രൊഡക്ഷൻ. വാഫർ പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ ചിപ്പ് മാനുഫാക്ചറിംഗ് അറിയപ്പെടുന്ന വേറൊരു പേരാണ്. ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ ഫൗണ്ടറീസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ട്രാൻസ്ഫോമിംഗ് ഡീറ്റെയിൽ ഡിസൈൻ ഫയൽസ് ഇൻ ടു ഫിസിക്കൽ ചിപ്സ്. നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്തു, അതിനെ നമ്മൾ ഫിസിക്കലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ കമ്പനികൾ അല്ലെങ്കിൽ വലിയ ഏറ്റവും ഹയസ്റ്റ് ഹൈജീനായിട്ട് വേണ്ട, ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി വേണ്ട, ഓരോ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട, ഒരു ചെറിയൊരു ഫോൾട്ട് പോലും ബില്യൺസിന്റെ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ളൂ. അത്രയും കെയർ കൊടുത്ത് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഇതിന്റെ ചിപ്പ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സെറ്റപ്പുകൾ, ഇത് ചെയ്യുന്ന മാനുഫാക്ചറിങ് ചെയ്യുന്ന വലിയ കമ്പനികൾക്കും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ഒരു മേഖല കൂടിയാണ് ഈ ഫാബ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പെട്ടെന്ന് നമുക്ക് ഇത് ഫാബ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. വളരെയധികം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ ഫൗണ്ടറീസ് മാനുഫാക്ചർ ചെയ്യാന്ന് പറഞ്ഞ ഈ മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൂടാതെ ഹയസ്റ്റ് പ്രിസിഷനോട് കൂടിയിട്ട് ഹയസ്റ്റ് ടെക്നോളജി വേണ്ട, ഏറ്റവും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് വേണ്ട, നമ്മുടെ ICUവിനേക്കാളും 10 or 100 ടൈംസ് നീറ്റ്നെസ് വേണ്ട, ഹോസ്പിറ്റൽ ICUവിനേക്കാളൊക്കെ 100 ടൈംസ് നീറ്റ്നെസ് വേണ്ട, അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു മേഖല കൂടിയാണ് ഈ ഒരു ചിപ്പ് മാനുഫാക്ചറിങ്. ചെറിയ ഒരു മിസ്സിംഗ് പോലും ഒരു വലിയ നഷ്ടത്തിലേക്ക് കലാശിക്കാവുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മേഖല ആയതുകൊണ്ട് വളരെ കുറച്ച് ഫേംസ് ആണ് ഇവിടെ ഉള്ളത്. മേജറായിട്ട് നമുക്ക് ഉള്ളത് അങ്ങനെയുള്ള കമ്പനി TSMC, അതായത് തായ്വാൻ സെമികണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. രണ്ടാമത് സാംസങ് ആണ്. തായ്വാൻ TSMC ഗ്ലോബലിലെ ലാസ്റ്റ് ക്വാർട്ടർ അവരുടെ മാനുഫാക്ചറിങ് ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഗ്ലോബലി മാനുഫാക്ചർ ചെയ്യുന്ന 70%, മുമ്പ് 50% എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ലാസ്റ്റ് ക്വാർട്ടർ അവരുടെ മാനുഫാക്ചറിങ് ഡാറ്റ വെച്ചിട്ട് ലോകത്തിലേക്ക് വേണ്ട 70% TSMC ആണ് മാനുഫാക്ചർ ചെയ്യുന്നതാണ് അറിയാൻ പറ്റുന്നത്. സാംസങ്, അതുപോലെ തന്നെ ഗ്ലോബൽ ഫൗണ്ടറീസ്. കോംപ്ലക്സ് പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിപ്പോസിഷൻ ആൻഡ് ലിത്തിയോഗ്രാഫി ആൻഡ് ഇച്ചിങ് ആൻഡ് അയനൈസേഷൻ. അതൊരു പ്രോസസ്സിന്റെ ഭാഗമാണ്. ഒരു ടെക്നിക്കൽ വേർഡ്സ് മാത്രമേ ഉള്ളൂ. അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ്.
ഇതാണ് മൂന്നാമത്തെ പാർട്ട് അതിനകത്ത് വരുന്നത്. ചിപ്സ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഫൗണ്ടറീസിന് വന്നു കഴിഞ്ഞാൽ അതിനെ ടെസ്റ്റിങ്ങും അസംബ്ലിയും ചെയ്യുന്ന പാക്കിങ്ങും ചെയ്യുന്ന ഒരു ഏരിയയാണ് ഒസാറ്റ് എന്ന് പറയുന്ന OSAT. ഒസാറ്റ് ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ്. ഇത് ഒസാറ്റ് എന്ന് പറയുന്ന കമ്പനി. ഈ മേഖലയിലാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതലും കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ മേഖലകളിലാണ്. പിന്നെ AC ടെക്നോളജി ആൻഡ് Amcor ടെക്നോളജി പ്രൊവൈഡ് എസെൻഷ്യൽ സർവീസ് ഫോർ ക്വാളിറ്റി ആൻഡ് റിലയബിലിറ്റി. Assembly ensures useful formats and while rigorous testing and validates performance. ഇതും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ടെക്നോളജി, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വേണ്ട, വളരെയധികം ശ്രദ്ധ വേണ്ട മേഖല തന്നെയാണ്. ബട്ട് ഫൗണ്ടറീസിൻ്റെ അത്രയും പ്രശ്നമില്ലാത്തൊരു മേഖല കൂടിയാണ്. പാക്കിംഗ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ഇവിടെയാണ് പാക്കിങ്ങും ടെസ്റ്റിംഗും എല്ലാം കഴിഞ്ഞ് ചെയ്യുന്നത്. ഈ മേഖലയിലാണ് കൂടുതലും കമ്പനികൾ നമുക്ക് ഉള്ളത്. ആദ്യത്തെ മേഖലയിൽ നമ്മൾ ഡിസൈൻ മേഖലയിൽ ഇന്ത്യയിലുള്ള ഒരു കമ്പനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് കമ്പനി മോസ്ചിപ്പ് മാത്രമേ ഉള്ളൂ. ഫാബിൽ നമുക്ക് വേൾഡ് വൈഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, സാംസങ്ങും TSMC ആണ്. പക്ഷേ ഇന്ത്യയിലേക്ക് ആ ഒരു മേഖലയിലേക്ക്, അതായത് ഞാൻ വീണ്ടും ബാക്കിലേക്ക് പോകാം. ഈ ഒരു ഫാബ് മേഖലയിലേക്ക് പുതിയ കമ്പനീസ് നമ്മൾ ഇന്ത്യയിൽ വരുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവലിനെ അപേക്ഷിച്ചിട്ടുള്ളതും അപ്രൂവൽ കിട്ടിയിട്ടുള്ള കമ്പനികൾ, ആദ്യത്തേത് ടാറ്റ ഇലക്ട്രോണിക്സ് ആണ്, ലിസ്റ്റഡ് അല്ല. രണ്ടാമത് CG പവർ ആണ്. CG പവർ ഗുജറാത്തിൽ അവരുടെ ചെറിയ രണ്ട് ഘട്ടമായിട്ടാണ് അവർ അത് കമ്പനി വരുന്നത്. അതിനകത്ത് ആദ്യത്തെ ഘട്ടം ഓൾമോസ്റ്റ് കഴിയാറായി. രണ്ടാമത്തെ ഘട്ടം ബിഗ്ഗർ സൈസിൽ വരുന്നതാണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് അവർ ചെറിയ കമ്പനി ഓപ്പറേഷൻ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ് കമ്പനി അവർ ഓപ്പറേഷൻ അടുത്ത ഫിനാൻഷ്യൽ ഇയർ FY27 കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ CG പവർ നമ്മുടെ ഓൾറെഡി ലിസ്റ്റഡ് കമ്പനിയാണ്. അഡാനി എന്റർപ്രൈസസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, L&T വരുന്നുണ്ട്. ഇത്രയും കമ്പനികളാണ്. പിന്നെ വേദാന്ത, ഇത്രയും വലിയ കമ്പനികളാണ് കമ്പനിയിൽ ഉള്ളത്. അതിനകത്ത് CG പവർ ആണ് നേരിട്ട് ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി ഫാബിൽ. പിന്നീട് വരുന്നത് ടാറ്റ ഇലക്ട്രോണിക്സ് ആണ് മേജറായിട്ട് വരുന്നത്. അദാനി എൻ്റർപ്രൈസസും L&T അതിൻ്റെ ഓൺ പ്രോസസ്സിലുമാണ്. ആൻഡ് വേദാന്ത ഓൺ പ്രോസസ്സിലുമാണ്. ആൻഡ് അസംബ്ലി ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനികൾ ഓൾറെഡി ലിസ്റ്റഡ് ആണ്. കെയ്ൻസ്, CG പവർ, 6M പ്രൈവറ്റ് ലിമിറ്റഡ്, സുചി സൊല്യൂഷൻസ്, ഡിക്സൺ, ശർമ്മ, SGS, അങ്ങനെ ഒരുപാട് കമ്പനികൾ നമുക്ക് ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള മേഖലയിലുണ്ട്. ഡിക്സൺ, അതുപോലെ തന്നെ കെയ്ൻസും CG പവറൊക്കെ എല്ലാവരും, കെയ്ൻസ് റാലി എന്ന് വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ ഫൈനൽ സ്റ്റേജ് വരുന്നത് സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻ ആണ്. ഇവിടെയാണ് ഈ ചിപ്പിന് എന്താണ് അതിൻ്റെ ആക്ച്വൽ ജോലി, അല്ലെങ്കിൽ എന്താണ് അത് ചെയ്യാൻ പോകുന്നുള്ളത് നമ്മളിവിടെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷനിലൂടെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾക്കൊരു കാറിലേക്ക് വേണ്ട ഒരു ഡിസ്പ്ലേയിൽ കാണേണ്ട ചിപ്പാണ്, അതെന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് അവിടെയാണ് കൊടുക്കുക. നമ്മുടെ TVയിലേക്ക് വേണ്ട ചിപ്പാണെങ്കിൽ അതിനെന്താണ് ജോബ് പർപ്പസ് എന്നുള്ളത് അവിടെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. മൊബൈലിലേക്കോ പവർ സെക്ടറിലേക്കോ, അങ്ങനെ ഏത് സെക്ടറിലേക്കാണെങ്കിലും ആ ഒരു ചിപ്പ് എന്താണ് പർപ്പസ് എന്നുള്ളത് ഫൈനൽ അതിൻ്റെ ജോബ് നീഡ്, നമുക്ക് ആവശ്യം വരുന്ന ജോലി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പാർട്ടാണ് ഈ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷനിൽ വരുന്നത്. റിയൽ വേൾഡ് നമുക്ക് വേണ്ട അപ്ലിക്കേഷൻ എന്താണോ, ആ സോഫ്റ്റ്വെയർ ആ ചിപ്പിൽ നിന്ന് വേണ്ട ഔട്ട്കം എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതാണ് ലാസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻ. ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ HCL ടെക് വരും, ടാറ്റ എലക്സി വരും, ഡിക്സൺ, BL വരുന്നുണ്ട്, വേദാന്ത വരുന്നുണ്ട്, CGPR, SPL, ശർമ്മ, SGS, ഈ കമ്പനികളൊക്കെ നമ്മുടെ ഈ ഒരു മേഖലയിലും കൂടി അസംബ്ലി ഒസാറ്റ് മേഖലയിലും ഇതിലും വരുന്ന 2-3 കമ്പനികളാണ്. CG പവർ 3 സെഗ്മെന്റിലും വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫ്യൂച്ചറിൽ നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഇതിൻ്റെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ലിസ്റ്റഡ് കമ്പനീസും കൂടി ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മോസ്ചിപ്പിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അതാണ് ഫസ്റ്റ് സെഗ്മെന്റ്, ഡിസൈൻ മേഖലയിലെ ഇന്ത്യയുടെ ലിസ്റ്റഡ് കമ്പനി. 1999, ഏകദേശം 26 വർഷമായ കമ്പനിയാണ്. 2000-ലാണ് മോസ്ചിപ്പ് എന്നുള്ള പേരിലേക്ക്, 1999 തുടങ്ങിയ കമ്പനി മോസ്ചിപ്പ് എന്ന പേര് സ്വീകരിക്കുന്നത് 2000-ലാണ്. ഇപ്പോൾ 25 years ആയിട്ട് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ്, ലിസ്റ്റഡ് കമ്പനിയും കൂടിയാണ്. ബിസിനസ് മോഡൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്പനി പ്രൊഫൈൽ, ഹെഡ് ക്വാർട്ടർ ഹൈദരാബാദാണ്. അതുപോലെ ഗ്ലോബൽ ഓഫീസസ് വരുന്നുണ്ട്. നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. ഡെലിവേഴ്സ് സെമി കണ്ടക്ടർ ആൻഡ് സിസ്റ്റം ഡിസൈൻ സൊല്യൂഷൻ ഫോർ മൾട്ടിപ്പിൾ സെക്ടേഴ്സ്. സിസ്റ്റം ഡിസൈനിങ് വേണ്ട, മൾട്ടിപ്പിൾ സെക്ടറിലേക്ക് വേണ്ട ഡിസൈനും സൊല്യൂഷൻസും ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോക്കസ് ടേൺകീ ASICS എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം വരുന്നത്.
അപ്പോൾ ഓരോ മേഖലയ്ക്കും വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ടെൻ കീസ്. എംബഡഡ് സിസ്റ്റം ഡിസൈൻ, ഓൾറെഡി ഉള്ള ഡിസൈൻ സിസ്റ്റംസ്. സെർദസ് IP എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയലൈസ് ആൻഡ് ഡീസീരിയലൈസ് IP എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ അതൊക്കെ IoT, ഇന്റർനെറ്റ് അതർ തിങ്സ് ആണ് IoT. അപ്പോൾ ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ സർവീസ് വരുന്നത്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ അത് ഡീപ്പായിട്ട് ഓരോന്നും വേറെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മോസ്റ്റിപ്പ് ഹെഡ്ക്വാർട്ടർ ഹൈദരാബാദാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ US സിലിക്കൺ വാലിയിൽ അവർക്ക് ഓഫീസ് ഉണ്ട്. ബാംഗ്ലൂർ, അഹമ്മദാബാദ്, പൂനെ, ഹൈദരാബാദ് കൂടാതെ ഇന്ത്യ തന്നെ വേറെ 3 സ്ഥലത്ത് കൂടി അവർക്ക് ഓഫീസ് വരുന്നുണ്ട്. കമ്പനി ഹാസ് എക്സ്പാൻഡ് ഫുഡ് പ്രിന്റ് ബൈ പാർട്ട്ണറിംഗ് വിത്ത് ഗ്ലോബൽ പാർട്ട്നേഴ്സ്. ഗ്ലോബൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള AMD, ലാറ്റൈസ്, മൈക്രോചിപ്പ് ആൻഡ് സീമെൻസ്, ഇത്രയും കമ്പനികളായിട്ട് ഗ്ലോബൽ ലീഡേഴ്സ് ആയിട്ട് വരുന്ന കമ്പനികളിൽ തന്നെ ഇവർക്ക് ബിസിനസ് എക്സ്പാൻഷൻ വരുന്നുണ്ട്, പാർട്ട്ണർഷിപ്പിംഗ് വരുന്നുണ്ട്. പിന്നെ സർവീസ് ആൻഡ് സൊല്യൂഷൻസ്. സർവീസസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് 10K ASIC സൊല്യൂഷൻസ് ആണ്. അതിൽ സ്പെഷ്യലൈസ്ഡ് 10K അനലോഗ്, ഡിജിറ്റൽ ആൻഡ് മിക്സഡ് സിഗ്നൽ ASICs പ്രൊവൈഡ് കോംപ്രഹെൻസീവ് സൊല്യൂഷൻ. ഇതൊക്കെ ഒരു ടെക്നിക്കൽ വേർഡാണ്, നമുക്ക് മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസൈനിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓരോ സെഗ്മെന്റിനും ഓരോ ചിപ്സിനും വേണ്ട ഡിസൈൻസ് ആണ്. അതിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വൺ ഓഫ് ദി ലിസ്റ്റഡ് പയനിയർ കമ്പനി കൂടിയാണ്. 25 വർഷത്തോളം എക്സ്പീരിയൻസ്, 25-26 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള കമ്പനി. എംബഡഡ് സിസ്റ്റംസ്, ഇത് കമ്പനി ഓഫേഴ്സ് എംബഡഡ് സിസ്റ്റം ഡിസൈൻ സൊല്യൂഷൻ ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് സിഗ്നിഫിക്കൻ്റ് ടു ഇറ്റ്സ് റവന്യൂൻ്റെ ഓൾമോസ്റ്റ് നമ്മളിവിടെ വരുന്നുണ്ട്. സെമി കണ്ടക്ടർ സെഗ്മെന്റ് ഓൾമോസ്റ്റ് 80% റവന്യൂ വരുന്നുണ്ടെങ്കിൽ എംബഡഡ് സർവീസ് അവർക്ക് 20% കോൺട്രിബ്യൂഷൻ കൂടി റവന്യൂവിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. റീസെന്റ് ഡെവലപ്മെന്റ്, മോസ്റ്റ് റീസെന്റ് അക്യൂർഡ് സോഫ്റ്റ്നോട്ടിക്സ് INC ആൻഡ് പാർട്ണർഡ് വിത്ത് ട്രാൻസ്റ്റോറന്റ് ഓൺ RISC-5 സൊല്യൂഷൻ ഡിസൈൻ. ഇവർ 2 കമ്പനികളായിട്ട് പുതിയ റീസെന്റ് അക്വയർമെന്റ് നടന്നിട്ടുണ്ട്, സോഫ്റ്റ്നോട്ടിക്സും അതുപോലെ ട്രാൻസ്റ്റോറന്റും. RISC-5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അത് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിപ്പ് ഡിസൈനിങ്ങിനെ കുറച്ചും കൂടി എന്താ പറയുക, കസ്റ്റമൈസ് ചെയ്യാനും ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന ഒരു ടെക്നോളജിയാണ്. ചിപ്പിനെ ഓൾറെഡി ഇവർ ഡിസൈൻ മേഖലയിലാണ്. അതിൽ ഇവർക്ക് ചിപ്പിൻ്റെ ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനും ഓരോ കസ്റ്റമേഴ്സിനും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടെക്നോളജിയാണ്. അവരിപ്പോൾ ഈ ഒരു 2 കമ്പനിയായിട്ട് ടൈപ്പ് ആയിട്ട് അവരത് അക്വയർ ചെയ്തുകൊണ്ട് പുതിയ ഒരു ടെക്നോളജി കൂടി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഫാസ്റ്റ് ആൻഡ് ഇതായിട്ടുള്ള രീതിയിൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് 5176 പ്രൈസ് 52 വീക്സ് ഹൈ 288 ലോ 128 ആണ്. കറന്റ് പ്രൈസ് ഓൾമോസ്റ്റ് ഹൈ പ്രൈസിന് അടുത്ത് തന്നെയാണ്. പി റേഷ്യോ 128 ആണ്. പി റേഷ്യോ കാണുമ്പോൾ വളരെ ഹൈ ആണ്, നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പി റേഷ്യോ ആണ്. ഇൻഡസ്ട്രി പി വെറും 24 ഉള്ളൂ, ആ സ്ഥാനത്താണ് ഇത് 128. ബട്ട് ഹിസ്റ്റോറിക്കൽ പി നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും, ഇത് ഈ ഒരു പി അവർ എന്നും ഈ ഒരു പിയിലാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ ഹൈ പിയിലാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് താഴത്തേക്ക് വരാനുള്ള ഹൈ വാല്യുവേഷൻ ആണെങ്കിൽ പോലും ഒരുപാട് താഴത്തേക്ക് വരാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് തോന്നുന്നത്. ROC 11.1%, ROE 11.2% ആണ്. സ്ട്രോങ് പ്രോഫിറ്റ് ഗ്രോത്ത് 5 വർഷത്തെ CAGR നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 26% സെയിൽസ് സ്ട്രോങ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി 26% CAGR എന്ന് പറയുമ്പോൾ PE കമാൻഡ് ചെയ്യുമ്പോൾ അത്ര അതിശയം തോന്നുന്നില്ല. മീഡിയം സെയിൽസ് ഗ്രോത്ത് 10 ഇയർ നോക്കുമ്പോൾ 34% എബവ് ഉണ്ട്. അപ്പോൾ സെയിൽസും പ്രോഫിറ്റും ഈ ഒരു ഹൈ വാല്യുവേഷന് ന്യായീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമ്മൾ ഇൻഡയറക്ട്ലി പറയാം. സ്റ്റിൽ ഇത് ഹയർ വാല്യുവേഷൻ തന്നെയാണ്. ഡെപ്റ്റ് ഡേയ്സ് കുറഞ്ഞിട്ടുണ്ട്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസിൻ്റെ ഒക്കെ എഫിഷ്യൻസിനെ സൂചിപ്പിക്കുന്നു. ഡെറ്റ് ഫ്രീ ആണ്, ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണ്. വെറും 21 കോടി മാത്രമാണ് അവരുടെ ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ 0.06% ഇവർക്ക് ഡെപ്റ്റ് വരുന്നുള്ളൂ, വളരെ മിനിമൽ ഡെപ്റ്റേ ഉള്ളൂ. അത് ഫിനാൻഷ്യലി സ്ട്രോങ് ആണ് കമ്പനി. നമ്മളതിനകത്ത് വരുന്നുണ്ട്. ഫേസ് വാല്യൂ 2 rupees ആണ്. സ്റ്റോക്ക് P 128, ഹിസ്റ്റോറിക്കൽ P കണ്ടോ 185 ആണ്. സോ നമുക്കിപ്പോൾ ഉള്ളൊരു P-നേക്കാളും കൂടുതലായിരുന്നു ഹിസ്റ്റോറിക്കൽ P എടുത്ത് നോക്കുകയാണെങ്കിൽ. ഇൻഡസ്ട്രി P ആകെ 24 ഉള്ളൂ. സ്റ്റിൽ സെയിൽസ് ലാസ്റ്റ് ഇയർ 522 crore ആണ്. നെറ്റ് പ്രോഫിറ്റ് 40 crore ഉണ്ട്. ഓപ്പറേറ്റ് പ്രോഫിറ്റ് 12.2% ഉണ്ട്. ബുക്ക് വാല്യൂ 17.2, ഡെപ്റ്റ് 21 കോടി മാത്രമേ ഉള്ളൂ. ഡെപ്റ്റ് ഇക്വിറ്റി 0.06%, പെഗ് റേഷ്യോ 1.676 ഉണ്ട്. സ്ലൈറ്റ്ലി ഹയർ ആണ്. സ്റ്റിൽ നമുക്ക് ഈ ഒരു വാല്യുവേഷൻ വരുമ്പോൾ അത് ഡൈജസ്റ്റ് ആവുന്നതാണ് തോന്നുന്നത്. നെറ്റ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആണ്. റിസർവ്സ് 2021 വെറും 31 കോടി ഉണ്ടായിരുന്നത് ഇപ്പോൾ 290 കോടിയായിട്ട് ക്യാഷ് റിസർവ്സ് കമ്പനിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു സൈനാണ്. പിന്നെ സെയിൽസ് ഗ്രോത്ത് 3 ഇയർ 46.8%,
47% സെയിൽസ് ഗ്രോത്ത് ഉള്ള കമ്പനിയാണ്. ലാസ്റ്റ് 3 ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് എടുക്കുകയാണെങ്കിൽ 73% ആണ്. സെയിൽസ് ഗ്രോത്ത് 5 ഇയർ എടുക്കുകയാണെങ്കിൽ 36% ഉണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് 26%. 5 ഇയർ 26% പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. സോ വളരെ മികച്ച സെയിൽസും 5 ഇയർ 3 ഇയർ ഒക്കെ എടുക്കുമ്പോൾ തന്നെ വളരെ മികച്ച സെയിൽസും പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ചെറിയൊരു കൺസേൺ ഉണ്ട്. നമ്മൾ 2016 ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് എടുക്കുമ്പോൾ 55-56% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടായിരുന്നത് 44.3% കുറഞ്ഞിട്ടുണ്ട്. സ്ലൈറ്റ്ലി ആ ഒരു ഇതിൽ അലാമിംഗ് ആണ്. ബട്ട് സ്റ്റിൽ 44% എന്ന് പറയുന്നത് വളരെ മോശം ഹോൾഡിംഗ് അല്ല. ഈ പ്ലഡ്ജ് ചെയ്തെല്ലാം ഫ്യൂച്ചർ വേണ്ട ഇതിന് വേണ്ടിയിട്ടാണ് ഫണ്ട് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരുപക്ഷെ അത് നല്ല പോസിറ്റീവായിട്ട് വരാനും സാധ്യതയുണ്ട്. FIS കുറച്ചിട്ടുണ്ട്. ഡിസംബർ 2023 2.84% ഉണ്ടായിരുന്നത് ഇപ്പോൾ FIS 0.01% മാത്രമേ ഉള്ളൂ. പിന്നെ നെറ്റ് സെയിൽസ് നോക്കാം. 2016 5.3 crore ഉണ്ടായിരുന്നത് നെറ്റ് പ്രോഫിറ്റ് 11.94 മൈനസ് 12 കോടിയോളം നെഗറ്റീവ് റിട്ടേൺ ഉണ്ടായിരുന്ന കമ്പനി 2025 മാർച്ചിലെ ക്ലോസിംഗ് 522.09 കോടിയാണ്. 5 കോടിയിൽ നിന്ന് 522 കോടിയിലേക്കാണ് കമ്പനിയുടെ ഉയർച്ച ജസ്റ്റ് 10 ഇയേഴ്സും കൊണ്ട്. അപ്പോൾ സെയിൽസിൽ ഓൾമോസ്റ്റ് 100x വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് മൈനസ് ആയിരുന്നത് 40.38 crore ഉയർന്നിട്ടുണ്ട്. ഗ്രാഫ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. നല്ലൊരു പോസിറ്റീവ് ട്രെൻഡാണ്. നിങ്ങൾക്ക് ഇതെല്ലാം സ്ക്രീൻസ് അവൈലബിൾ ആണ്. ജസ്റ്റ് നോട്ട് നിങ്ങളുടെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇതും കൂടി ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ക്വാർട്ടർലി ട്രെൻഡ് ആണെങ്കിലും 136 crore ആണ്. പ്രോഫിറ്റ് 10.9% ആണ്. പ്രോഫിറ്റ് മാർജിൻ ചെറിയൊരു കൺസേൺ വന്നിട്ടുണ്ട്. 12.2% നിന്ന് 8% കുറഞ്ഞിട്ടുണ്ട്. ബട്ട് ഫ്യൂച്ചറിൽ അത് കുറയാനുള്ള ഒരു സാധ്യത നമ്മൾ ഫ്യൂച്ചർ സ്ലൈഡ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റോക്സ് സ്റ്റഡി ആൻഡ് 15.7% ആണ് ബുക്ക് വാല്യൂൻ്റെ ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വലിയ വാല്യൂഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് സ്റ്റിൽ ഓക്കെ. മോസ്റ്റിപ്പ് TSMC DCA പാർട്ണറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്ലാൻഡ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്മിറ്റിയുടെ ഏറ്റവും എന്താ പറയുക ഡിസൈൻ സെന്റർ അലയൻസ് ആണ്. ഡിസൈൻ സെന്റർ അലയൻസ് ആണ്. ഡിസൈൻ ഇവരും കൂടി TSMCയിൽ പല ചിപ്സും മോസ്റ്റിപ്പാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലോകത്തിലെ 70% ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന ഫൗണ്ടറിയിലേക്ക് വേണ്ട ഓൾമോസ്റ്റ് ഒരു പാർട്ണറും കൂടിയാണ് മോസ്റ്റിപ്പ്. റീസെന്റ് ഡെവലപ്മെന്റ് AI ആക്സിലറേറ്റർ സ്യൂട്ട് ലോഞ്ച്. അപ്പോൾ ഏറ്റവും അതായത് 2025 ഒക്ടോബറിൽ ലോഞ്ച് ചെയ്താണ്. ഈ മാസം ലോഞ്ച് ചെയ്ത ഒരു ഡീറ്റെയിൽസ് ആണ്. മോസ്റ്റിപ്പ് ലോഞ്ച്ഡ് ഏജന്റിക് സ്കൈ AI ആക്സിലറേറ്റർ സൂട്ട്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ടെക്നിക്കൽ വശം എനിക്കറിയില്ല. ബട്ട് പുതിയൊരു അവരിലേക്ക് ന്യൂ ഹൊറിസോൺ ആണ്, പുതിയൊരു മേഖലയിലാണ് അവർ സ്റ്റെപ്പ് ഇൻ ചെയ്തിരിക്കുന്നത് മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. പിന്നെ അതുപോലെ ടാർഗറ്റ് ഇൻ്റഗ്രേഷൻ ഫോർ OEMs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ എന്ന് പറയും. അതായത് നമുക്ക് വേണ്ട എക്യുപ്മെന്റ്സും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും, കോമ്പൗണ്ട്സ്, പാർട്സ്, സബ് സിസ്റ്റംസ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻ്റഗ്രേഷൻ കൂടി ഇവർ അതിനകത്ത് OEMs ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിങ് കൂടി അവർക്ക് വേണ്ടത് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ഇത് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 8% ആണ് ലാസ്റ്റ് ക്വാർട്ടറിൽ വന്നിട്ടുള്ളെങ്കിലും ഫ്യൂച്ചറിൽ അത് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കാരണം OEMs അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു സ്കൈ AI ആക്സിലേറ്റർ, ഏജന്റിക് സ്കൈ AI ആക്സിലേറ്റർ എന്ന് പറയുന്ന പുതിയൊരു സംഭവം അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോറി ഫോർ ദിസ്. പിന്നെ OSAP അലോട്ട്മെന്റ് ആൻഡ് AGM ഔട്ട്കംസ്, അതായത് ESOP എംപ്ലോയ്മെന്റ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. കമ്പനിക്ക് അകത്തുള്ള എംപ്ലോയ്മെന്റ് ഷെയർ ഹോൾഡേഴ്സിന്റെ അലോട്ട്മെന്റും അതുപോലെ തന്നെ AGM ഔട്ട്കംസ് നമ്മുടെ എക്സ്പാൻഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പാൻഷനൊക്കെ ഫുള്ളായിട്ടുള്ള കമ്പനിയുടെ ഒരു വ്യൂവിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പുതിയ മേഖലകളിലേക്ക് അവർക്ക് കടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് SWOT അനാലിസിസ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത് എന്തൊക്കെയാണ്? ഈ മോസ്റ്റിപ്പിന്റെ സ്ട്രെങ്ത് പറഞ്ഞാൽ ഹൈ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് വളരെ നമ്മൾ കഴിഞ്ഞ 10 ഇയേഴ്സ് 5 ഇയേഴ്സ് എല്ലാം നോക്കി 3 ഇയേഴ്സ് എല്ലാം നോക്കി വളരെ ഹൈ പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്. ഇംപ്രൂവ്ഡ് ഓപ്പറേഷൻസ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് സെക്ടർ ഔട്ട്ലുക്ക്, നമ്മുടെ ഈ വളരെ എന്താ പറയുക ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ലൈ എന്നൊരു മേഖലയാണ് ഇവർ. അപ്പോൾ തന്നെ സ്ട്രോങ് സെക്ടർ ഔട്ട്ലുക്ക് നമുക്കുള്ളതാണ്. പിന്നെ വീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വാല്യുവേഷൻ ആണ്. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ അവരുടെ ഈ ഇതുവരെയുള്ള ഓപ്പറേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഹൈ വാല്യുവേഷൻ തന്നെയാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഈ ലംസം എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ SIP മോഡിലൊക്കെ അല്ലെങ്കിൽ സ്റ്റാഗറിംഗ് മാറ്ററിൽ
മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വാങ്ങാം. അങ്ങനെയുള്ള സ്റ്റെപ്സൊക്കെ ആയിരിക്കും ഇവിടെ ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലതായിരിക്കാം. റെഡ്യൂസ്ഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു ചെറിയ കൺസേൺ തന്നെയാണ്. പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ AICയുടെ ലോഞ്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ സെമികണ്ടക്ടർ സെക്ടർ ടൈൽവെൻസ്, നമ്മൾ സെമികണ്ടക്ടർ പുതിയൊരു വലിയൊരു മേഖലയാണ്. അതിലേക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മൾട്ടി ഇൻഡസ്ട്രി എക്സ്പോഷർ ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്ത് നമ്മൾ കാണുന്ന എല്ലാ മേഖലയിലേക്കും നമ്മുടെ പവർ സെക്ടർ ആവട്ടെ, ടെലിവിഷൻ സെക്ടർ ആവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, മൊബൈൽ ആവട്ടെ, ഈ വെഹിക്കിൾ ആവട്ടെ, EV വെഹിക്കിൾ, അതല്ലാത്ത വെഹിക്കിൾ ആവട്ടെ, എല്ലാ സെഗ്മെന്റിലേക്കും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റെഫ്രിജറേഷൻ, വാഷിംഗ് മെഷീൻ, AC, വട്ട് എവർ യു മീൻ ടേക്ക് ഇറ്റ്, അതിലേക്കൊക്കെ വേണ്ട ഒരു ഇതാണ് സെമി കണ്ടക്ടർ സെക്ടർ. അപ്പോൾ അത് അത്രയും മൾട്ടി ഇൻഡസ്ട്രി എക്സ്പോഷർ ഉള്ളൊരു മേഖലയിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ ത്രെറ്റായിട്ട് വരുന്നത് ഗ്ലോബൽ റൈസിങ് കോമ്പറ്റീഷൻ. ഈ ഒരു കമ്പനി അത്രയും മേജാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സെക്ടർ ഒരുപാട് കമ്പനികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതിനകത്ത് അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇതാണ്. പിന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസിറ്റി കൂടുതലാണ് ഈ ഒരു ഇതിനകത്ത് ഉള്ളത്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും പുതിയ ടെക്നോളജി അഡോപ്ഷനും ഒക്കെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 50 നാനോമീറ്ററിൽ 7 നാനോമീറ്ററിലേക്കും 2 നാനോമീറ്ററിലേക്കൊക്കെ ഉള്ള ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ട് വേൾഡ് വൈഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടെക്നോളജി ആയിട്ടുള്ള അപ്ഗ്രേഡേഷനും കാര്യങ്ങളെല്ലാം വളരെ മികച്ച രീതിയിൽ അഡോപ്റ്റ് ചെയ്യും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും വേണം. അങ്ങനെയുള്ള ത്രെറ്റ്സും കാര്യങ്ങളും ഈ മേഖലയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കാനും കൂടി ശ്രമിക്കുക. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അതും കൂടി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. പിന്നെ ഡിസൈൻ ആൻഡ് സിസ്റ്റം, നമ്മൾ മാർക്കറ്റ് പൊസിഷൻ മോസ്റ്റിപ്പിൻ്റെ ഡിസൈൻ ആൻഡ് സിസ്റ്റം എഞ്ചിനീയറിംഗ് ലീഡർഷിപ്പാണ്. മോസ്റ്റിപ്പ് ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് ലീഡറാണ് ഇന്ത്യയെ സംബന്ധിച്ച്. സ്കേലബിൾ പ്രോഫിറ്റബിലിറ്റി ആൻഡ് സെക്ടർ ഡൈവേഴ്സിറ്റി, സ്കേലബിൾ ആണ് കാരണം അവർ പുതിയ സെഗ്മെന്റിലേക്കൊക്കെ OSAT മേഖലയിലേക്കും കൂടി അവർ സ്റ്റെപ്പിൻ ചെയ്തിട്ടുണ്ട്. അതായത് ടെസ്റ്റിംഗ് മേഖലയിലേക്കും പുതിയ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷനിലേക്കൊക്കെ നല്ല സ്റ്റെപ്പിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് അവരുടെ ഔട്ട്കം കമൻട്രി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഡെപ്റ്റ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടറും കൂടിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, എംഫസൈസ് മോസ്റ്റിപ്പ് എക്സ്പെർട്ടൈസ് ഇൻ ഡിസൈൻ ആൻഡ് റോബസ്റ്റ് ലിങ്കേജ് ടു ഡൗൺ സ്ട്രീം അസംബ്ലി ആൻഡ് ഇൻ്റഗ്രേഷൻ, ഈ ഒരു പാർട്ടിലേക്ക് അവർ കിടക്കുന്നുണ്ട്. റോബസ്റ്റ് ലിങ്കേജ് ടു ഡൗൺ സ്ട്രീം അസംബ്ലി ആൻഡ് ഇൻ്റഗ്രേഷൻ. നമ്മളിപ്പോൾ ഡിസൈൻ മാത്രമാണ് ഈ ഒരു കമ്പനിയുടെ പ്രധാന വരുമാനമായിട്ട് വരുന്നെങ്കിൽ, ഈ അസംബ്ലിയും ഇത് ഇൻ്റഗ്രേഷനും സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷനും ഈ കമ്പനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. അതുകൂടി ഈ കമ്പനിക്ക് വളരെ വേഗത്തിൽ അഡോപ്റ്റ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റിപ്പിലേക്ക് ഫ്യൂച്ചർ കുറച്ചുകൂടി ശോഭനമായിരിക്കും എന്ന് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പിന്നെ ഒരു അണ്ടർലൈനിങ് ഫാക്ടർ, ഞാൻ ഈ ഒരു സ്റ്റോക്കിനകത്ത് പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ രൂപത്തിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഞാൻ സ്റ്റാഗറിംഗ് മാനറിൽ ഈ സ്റ്റോക്ക് വാങ്ങിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു പിഞ്ച് ഓഫ് സാൾട്ട് ഞങ്ങൾ അതും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട്. Thank you for your watching. Thank you for support.